കടുത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ കടുത്ത ഭാഷാ പ്രയോഗങ്ങളില്ലാതെ പറ്റുമോ? Feminism is basically your life in action, according to me. Viഴിഞ്ഞം Port is actually putting India on the global trade map in maritime trade. I'm as vulnerable as any woman is in our state, in our country. നമ്മൾ ചെയ്ത കാര്യം നന്മയുടെ പാതയിലാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും ഒറ്റ പ്രശ്നം ഉണ്ടാവും. എന്തിനാണ് എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്, ഞാനിതൊന്നും ചിന്തിച്ചിട്ടല്ലോ ചെയ്തത്, ഞാനൊരു പാവമായിട്ട് എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഉള്ളുകൊണ്ട് തോന്നുമായിരിക്കും. ബട്ട് ദാറ്റ് ഈസ് ജസ്റ്റ് ദറ്റ് കിഡ് ഇൻസൈഡ് മീ. See, everything that has happened, ഇപ്പം ഈ പറഞ്ഞ ആദ്യം എനിക്ക് തോന്നുന്നു ഡാൻസ് യൂത്ത് ഫെസ്റ്റിവലിൽ ഡാൻസ് കളിച്ച ആ ഒരു ഇതായിരുന്നു ആദ്യം ഒരു ചർച്ചയായത്. അതിനുശേഷം പിന്നെ അത് എനിക്ക് തോന്നുന്നു ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ്. മറ്റേ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഡാൻസ് കളിച്ചത്, പിന്നെ കുഞ്ഞിനെ കൊണ്ടുപോയത്, പിന്നെ അതിനുശേഷം ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോർ മീ ഓൾ ഓഫ് ഇറ്റ്, ഞാൻ ആദ്യത്തെ ഇത് മുതൽ ഞാൻ പറഞ്ഞത് അതായിരുന്നു. എനിക്ക് ഈ പറഞ്ഞതുപോലെ IAS ആവുന്നതിന് മുൻപും പിൻപും ഒക്കെ എൻ്റെ വ്യക്തിത്വത്തിന് ഒരു ശോഷണം സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സ്ത്രീ ആയതുകൊണ്ടൊരു പരിമിതിയുണ്ടോ എന്ന് ചോദിച്ച പോലെ IAS ആയതുകൊണ്ടൊരു പരിമിതിയുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇല്ല എന്ന് അഭിമാനപൂർവ്വം ഉത്തരം പറയാൻ സാധിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ തലയിൽ കയറിയിട്ടില്ല, ഞാനെന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് എൻ്റെ തലയിൽ കയറിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അതിനുള്ളൊരു ബേസിക് ടെനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനായിട്ട് നിലകൊള്ളുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഒരു പറ്റം ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്നൊന്ന് ആലോചിച്ചാൽ, ആ കൃത്യത്തിൽ, ആ പ്രവൃത്തിയിൽ, ആ ചേഷ്ടയിൽ, അല്ലെങ്കിൽ ആ ഒരു ഫോം ഓഫ് സെൽഫ് എക്സ്പ്രഷനിൽ ദേ ടെൻഡ് ടു സീ ദെംസെൽവ്സ്. അത്രയേ ഉള്ളൂ. Sometimes they look at it and say, oh, I wish I could have done that. Sometimes they look at it and say, oh, why does she do this? Responses might be different, but ultimately something grabs your attention only because you relate to it at some level. അപ്പം അത് പലരുടെയും കണ്ണുകളിൽ പലതായി ഭവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ദ കോമൺ ഫാക്ടർ ബീയിങ് ദാറ്റ് പീപ്പിൾ സീ സംതിങ് ഓഫ് ദെംസെൽവ്സ് ഇൻ മീ വിച്ച് ഐ തിങ്ക് ഇസ് എ ബിഗ് ബ്ലെസ്സിങ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അറ്റാക്ക് മാത്രമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരു കാലഘട്ടത്തും. അപ്പം സൊസൈറ്റിയുടെ ഒരു പിടിവാശിയായിക്കോട്ടെ, നോംസ് ഒക്കെ ഫോളോ ചെയ്ത് പോയാൽ മതി എന്നുള്ളതായിരുന്നു. സോ മേ ബി ഇറ്റ്സ് ബിക്കോസ് യു ഡോണ്ട് അഡിയർ ടു സോഷ്യൽ നോംസ് എന്നുള്ളൊരു സാധനമാകാമല്ലോ. That's happened from time immemorial, right? From Socrates to Plato to now it has happened always. നമ്മൾ ഏതെങ്കിലും തരത്തിൽ കുറച്ച് വ്യത്യസ്തമായി എന്നിൽ നിന്നും വ്യത്യസ്തനാണ് നീ, എന്നിൽ നിന്നും വ്യത്യസ്തയാണ് നീ എന്ന് ഞാൻ കാണുമ്പോൾ അത് ഒന്നുകിൽ അംഗീകരിക്കാം അല്ലെങ്കിൽ അതിനെ അപലപിക്കാം. രണ്ട് ഓപ്ഷനുണ്ട് മനുഷ്യൻ്റെ മുന്നിൽ. അതിൽ ഏതെങ്കിലും ഒന്ന് മനുഷ്യൻ ചെയ്യുമല്ലോ. ആൻഡ് എസ്പെഷ്യലി ഇൻ ദി era of social media, you're always sort of auditor എന്ന് മാത്രമല്ല, I'm talking about people who respond. You're always forced to form an opinion. അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ട് ഇപ്പോൾ. പണ്ട് ഒരു പക്ഷെ അതില്ലായിരുന്നു. എവിടെയോ നടക്കുന്ന കാര്യം നമുക്കെന്താന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്, ഇഗ്നോർ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ you're almost forced to respond or to have an opinion on everything in social media.
അത് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഫിനോമിനൻ. ഇറ്റ്സ് നോട്ട് ആസ് ഇഫ് സംബഡി ഈസ് ആക്ച്വലി ഹോൾഡിങ് യു അറ്റ് ഗൺ പോയിന്റ്, ബട്ട് ആസ് പാർട്ട് ഓഫ് ഒരു ക്രൗഡ് പുള്ളിങ് ഇങ്ങനെ നടക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ when 10 people are supposed to give opinions, you might have 12 opinions. When 100 people are giving opinions, you will end up having 1,000 opinions. So that is a universal law. അപ്പോൾ അത് സംഭവിക്കുകയാണ്. താങ്കളുടെ അനുഭവമായിരിക്കും പറഞ്ഞത്. പക്ഷെ അതിന് എതിരെ ഭയങ്കരമായിട്ടൊരു വിമർശനം സ്വാഭാവികമായിട്ടും ഉണ്ടായി. എന്ന് പറഞ്ഞാൽ താങ്കൾ എന്താണ് കഴിയുന്ന ഫാമിലിയുടെ ഒരു പൊളിറ്റിക്സും മറ്റു ഭാഗങ്ങളിൽ നിന്നും അതെങ്ങനെ കൈകാര്യം ചെയ്തു? അത് ഏത് തരത്തിൽ നമ്മളെ അതെ അതെ കേട്ടപ്പോൾ വിഷമമുണ്ടായി, എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ. അത്രയ്ക്ക് അതിനെ വളച്ചൊടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ എൻ്റെ പൂർണ്ണ ബോധ്യത്തിലും അനുഭവത്തിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഒപ്പം ഏതൊരു ഉദ്യോഗസ്ഥയും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാനും ചെയ്തത് എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ അവിടെ വിസിലിൻ്റെ MD അല്ല ആളുകൾ കണ്ടത്. അതിലുപരിയായിട്ട് അതിൻ്റെ കീഴോട്ട് പോയ മറ്റെന്തൊക്കെയോ ആളുകൾ കണ്ടു. കുറച്ച് പേരെങ്കിലും കണ്ടു, എല്ലാവരും ഞാൻ പറയില്ല, കുറച്ച് പേരെങ്കിലും കണ്ടു. അപ്പം അതിൻ്റെ ഒരു സ്ത്രീ എന്ന നിലയിൽ അത് നോക്കുമ്പോൾ അതെന്നെ വിഷമിപ്പിച്ചു. അത് ഒരു വ്യക്തിയുടെ നിഴലായി മാത്രം നിൽക്കേണ്ടവളാണ് എന്നുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു ചിന്ത അതിലൂടെ പ്രതിഫലിച്ചോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് വിഷമമായി. അതെ 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 തീർച്ചയായിട്ടും. KPCCയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനർ ആയ സരിൻ ഈ വിഷയത്തിൽ വളരെ പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിരുന്നു. അതൊക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? കാരണം അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ വേറെ ഒരുപാട് നല്ല എഫിഷ്യന്റ് ആയ IAS ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, ദിവ്യ അല്ല ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞ് വളരെ പേഴ്സണലി ടാർഗറ്റ് ചെയ്തിട്ടാണ് സരിന്റെ ഇത് വന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? അത് ഞാനാണ് നല്ലതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിടത്തും. ഓഫ്കോഴ്സ് ഒരുപാട് അധികാരന്മാരുടെ പാത പിന്തുടരാനായി പ്രയത്നിക്കുന്ന ഒരു ചെറിയ വ്യക്തി മാത്രമാണ് ഞാൻ. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് പറഞ്ഞു തന്നതിലും നന്ദിയുണ്ട്. അപ്പം എനിക്ക് ശരിക്കും അങ്ങനെ എന്താ പറയുക, ആളുകൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും അംഗീകരിക്കണം എന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അത് അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു വിഷയമായിട്ട് എനിക്കത് തോന്നാറില്ല. പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ അതിന് മറ്റർത്ഥതലങ്ങളുണ്ട് എന്ന് കാണുമ്പോൾ, അത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തല്ലാതെ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ അത് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമം വരുന്നത്. അതെപ്പോഴും വിമർശനങ്ങൾ വരുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഇപ്പോൾ ദിവ്യ അയ്യറിനെ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു മുറിയിൽ 10 പേരെ കൊണ്ടിരുത്തിയാൽ ചിലപ്പോൾ അതിൽ 2 പേർക്ക് എന്നെ ഇഷ്ടപ്പെടത്തുള്ളൂ, ചിലപ്പോൾ 10 പേർക്കും ഇഷ്ടപ്പെടും, ചിലപ്പോൾ 10 പേർക്കും ഇഷ്ടപ്പെടില്ല. അതൊക്കെ സ്വാഭാവികമാണ്, നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്. അതിലിപ്പോൾ അത്രയ്ക്ക് അങ്ങ് ആകുലപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ ഉത്തമ ബോധ്യത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ എന്നെ വിമർശിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി അല്ലാതെ, ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ അത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലാതെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഒരു പക്ഷേ കുറച്ചൊന്ന് പിന്നാക്കം വലിച്ചോ എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത്. അങ്ങനെ എല്ലാ വിമർശനങ്ങൾക്കും പൊതുവെ പ്രതികരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ അത് വർക്കിംഗ് വിമൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ആളുകളെയാണ് അതിലൂടെ പ്രതിനിധീകരിച്ചതെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് മാത്രമാണ്, അത് പല സ്ത്രീകളും എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് പ്രതികരിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വാമി വിവേകാനന്ദ പറഞ്ഞ ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമായിരുന്നു,
വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു മേക്ക് ആൻ ഇൻഡിവിജ്വൽ ഓർ എ നേഷൻ ഗ്രേറ്റ് എന്നുള്ളതായിരുന്നു ചോദ്യം. അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യത്തേത് ബിലീവ് ഇൻ ദ കൺവിക്ഷൻ ഓഫ് ഗുഡ്നെസ് എന്നുള്ളത്. നന്മയുടെ ഒരു കരുത്തിൽ വിശ്വസിക്കുക എപ്പോഴും. അത് വളരെ പ്രധാനമാണ് ജീവിതത്തിൽ. നമ്മൾ ചെയ്ത കാര്യം നന്മയുടെ പാതയിലാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും ഒറ്റ പ്രശ്നം ഉണ്ടാവും. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത് അവോയ്ഡ് ജെലസി ആൻഡ് സസ്പിഷൻ. സ്പർദ്ധയും സംശയവും ദുശങ്കയും ഇല്ലാതാക്കുക എന്നുള്ളത്. ചുറ്റുമുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യമായിരിക്കും പറയുന്നത്. അതൊരു ദേശം പുരോഗതി പ്രാപിക്കണമെങ്കിലും ഒരു വ്യക്തി പുരോഗതി പ്രാപിക്കണമെങ്കിലും അത് വളരെ പ്രധാനമാണ്. നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോട് നമുക്ക് അസൂയ തോന്നിയാലോ അല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനെ വിശ്വസിക്കാതിരുന്നാലോ ആകെ പ്രശ്നമാണ്. ഇപ്പോൾ ഇത് വ്യക്തിപരമായിട്ടാണെങ്കിലും നല്ല ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ തന്നെ, ഇപ്പോൾ MD എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നു എന്നുണ്ടെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു വലിയ സമൂഹത്തെയാണ്. അവിടെ ഈ പറയുന്ന ജോലി ചെയ്യുന്ന തങ്ങളുടെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മതി കൊണ്ടും ഒക്കെ ജോലി ചെയ്യുന്ന അനേകം വ്യക്തികളുണ്ട്. അവരെ ഓരോരുത്തരെയും വിശ്വസിച്ച് ഓരോരോ ടാസ്ക് ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും ഞാൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് വലുതായിട്ടൊരു കാര്യമല്ല. ആ വിശ്വാസം മാത്രമാണ് അവിടെ ശരിക്കും പ്രധാനം. അപ്പം അത് ശരിക്കും ഈ രണ്ടും പ്രധാനമാണ്. അവിടെ അസൂയയും പാടില്ല, ആവശ്യമില്ലാത്ത സംശയം ദുശങ്കയും പാടില്ല എന്നുള്ളത് വളരെ പ്രധാനം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ഓൾവേസ് ഹെൽപ്പ് ദോസ് ഹു ആർ ആൻഡ് ഹു ഡു ഗുഡ് എന്നുള്ളത്. നല്ല കാര്യം ചെയ്യുന്ന വ്യക്തികൾ, അതായത് ഉത്തമ ബോധ്യത്തിൽ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും സഹായിക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. അതും ഈ പറഞ്ഞ പോലെ ഇപ്പം ജോലിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും ആ ഒരു ബോധ്യം വരും, ഒരു ഇൻറ്റ്യൂഷൻ വരും പലപ്പോഴും. അതിപ്പോൾ ആരുടെയും സർട്ടിഫിക്കറ്റ് നോക്കിയല്ലേ നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് നന്മയുടെ പാതയിലാണ് ഈ വ്യക്തി സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ കാണുമ്പോൾ എന്ത് വില കൊടുത്ത് അവരെ സഹായിക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വെക്കാറുണ്ട്. അത് ഒരു പക്ഷേ വിമർശനങ്ങളെ നേരിടാൻ എനിക്ക് ശക്തി തരുന്നതും ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള നമ്മുടെ നന്മയിലുള്ള ഉത്തമ ബോധ്യം മറ്റുള്ളവർ ഒരു സംശയത്തിൻ്റെ നിഴലിൽ വെറുതെ നോക്കാതിരിക്കുക. ഇപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ആ വ്യക്തിക്ക് അതിൻ്റെ പിന്നിൽ വേറൊരു അജണ്ട ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയാലാണ് എനിക്ക് പ്രശ്നം. അത് അവരുടെ ജീവിത അനുഭവം, അവരുടെ കാഴ്ചപ്പാട്. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അവിടെ വെച്ച് നിർത്തിയാൽ നമുക്ക് മനസ്സമാനം. അതുപോലെ തന്നെ നമ്മൾ പരമാവധി ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുക. അത് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ തന്നെ, അത്രേ ഉള്ളൂ. സംഭവത്തിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയം ഒരു ദിവ്യക്കെതിരായിട്ടുള്ള ഒരു പേഴ്സണൽ അറ്റാക്കും മറ്റുമൊക്കെ ആയിട്ട് മാറി. അപ്പം ഇതില് ദിവ്യയെ സമാശ്വസിപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ധൈര്യം പകരാനോ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും പേഴ്സണലായിട്ട് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറയണം. ചോദ്യം കൂടുതൽ വരാൻ കാരണം കോൺഗ്രസ് സൈബർ ഹാൻഡിൽസ് ആണ് ദിവ്യയെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തത്. അപ്പോ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇല്ല ഉണ്ടായിട്ടില്ല. ഞാൻ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. ഫെമിനിസ്റ്റ് ആണോ? അതെ. ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സസ് ഒക്കെ പൊതുവെ 2 രീതിയിൽ കാണാറുണ്ട്. ഒന്നിപ്പോ ബയോളജിക്കലി ഡിഫറൻസസ് ഉണ്ടെങ്കിലും men and women are equal എന്ന് പറയുന്ന ഒരു സ്ട്രീം ഓഫ് തോട്ട്സ് ഉണ്ട്. മറ്റത് അങ്ങനെയല്ല, ബയോളജിക്കൽ ചില ഡിഫറൻസസ് ഉള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, പക്ഷെ വി ആർ ഈക്വൽ എന്ന് പറഞ്ഞ 2 സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്.
ഇതില് ദിവ്യ എങ്ങനെ ഏതൊരു സ്കൂൾ ഓഫ് തോട്ട്സിനാണ് വരിക? I would think there are a million school of thoughts in feminism. ഓരോ സ്ത്രീക്കും അവരുടേതായിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ചിന്ത ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുക. ഐ എം ബേസിക്കലി എനി മൂവ്മെൻറ്റ് across the globe over the period of history we've seen, any movement as such which fights for the rights of people or rights of environment or living creatures or anything, it's basically a fight against injustices. അത്രയേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം, ഒരു മൗലികമായിട്ടുള്ള വാദം എന്ന് പറയുന്നത് അനീതികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്, അന്യായത്തിനെതിരെയുള്ള ഒരു പൊരുതലാണ്, ദിനം പ്രതിയുള്ള ഒരു പൊരുതലാണ്. സോ ഇറ്റ് ഈസ് മോർ ഓഫ് a continuous action than something you just read or you see or you listen to. Feminism is basically your life in action, according to me. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം everybody knows that men and women are made differently and they are different. So, to accept each other's differences and celebrate each other's differences and still be yourself in companionship with each other. That's the ideal world, right? ആ ഒരു ഐഡിയൽ വേൾഡിലേക്കുള്ള നമ്മുടെ ഒരു പ്രയാണം മാത്രമാണ്, അത്രേ ഉള്ളൂ. അതിൽ ഒരാളെ പ്രതിയാക്കി ഒരാളെ സാക്ഷിയാക്കി ഒന്നും നിർത്തേണ്ടുന്ന കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് യെസ്, ഐ ആം സമൺ ഹൂ ട്രൈസ് ടു സെലിബ്രേറ്റ് ദ ഡിഫറൻസസ്. ഈ സർക്കാർ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതിൽ ഒരുപാട് ഓപ്പോസിഷൻ നേരിടുകയും ഒക്കെ ചെയ്ത ഒരു ഇതുണ്ട്. പക്ഷെ താങ്കൾ പത്തനംതിട്ട കളക്ടറായിരുന്ന സമയത്ത് ഇത് നടപ്പാക്കിയത് അതെങ്ങനെയാണ് ഇത് സാധിച്ചത്? അന്ന് അത്തരം ഒരു ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു, ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികൾക്കും അമ്മമാർക്കും അതിൻ്റെ ഗുണഭോക്താക്കളാകുന്ന ആളുകൾക്ക് അതിനോടൊരു മമതയുണ്ടായിരുന്നു. അതാണ് പ്രധാനം. സോ അങ്ങനെ ഞങ്ങളത് ചെയ്തു. ആൻഡ് ഫോർ മീ ഇറ്റ് വാസ് അതൊരു ഞാൻ ഈ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എ കണ്ടിന്യൂവൽ പ്രോസസ് ഇൻ ആക്ഷൻ. ഫോർ മീ ഇറ്റ് വാസ് മോർ ഓഫ് എ കോൺവെർസേഷൻ സ്റ്റാർട്ടർ ദാൻ എനിത്തിങ് എൽസ്. ആ പ്രായത്തിൽ അത്രയും ഉൾപ്രദേശത്തിൽ വനത്തിൽ ജീവിക്കുന്ന മക്കൾക്ക്, ട്രൈബൽ സ്കൂളായിരുന്നു, അപ്പോൾ വനത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് അവർക്ക് ലിംഗഭൂമികകളെക്കുറിച്ചും ലിംഗനീതിയെക്കുറിച്ചുമൊക്കെ ഒരു അവബോധം ആ പ്രായത്തിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. സോ ഫോർ മീ ഇറ്റ് വാസ് മോർ ഓഫ് എ കോൺവെർസേഷൻ സ്റ്റാർട്ടർ ദാൻ എനിത്തിങ് എൽസ്. അതൊരു കൺക്ലൂഷൻ അല്ലായിരുന്നു. ഈ നമ്മുടെ ബ്യൂറോക്രാറ്റിക് സ്പേസിൽ ദിവ്യ എന്ന സ്ത്രീ ആണെന്നുള്ളത് ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് ഏതെങ്കിലും രീതിയിൽ ആ സ്ത്രീ എന്നൊരു റോള് പ്ലേ ചെയ്യുക? എന്നെയാണോ എന്റെ ചുറ്റുമുള്ളവരെയാണോ? ചുറ്റുമുള്ളവരെയൊക്കെ ഒരു സ്ത്രീ IAS ഓഫീസർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ ഇടയിൽ, നമ്മൾ പൊതുജന സേവക എന്നുള്ള ഒരു നിലയിൽ നിൽക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലുവാൻ എന്നെ അത് പ്രാപ്തയാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ വിഷയത്തിൽ നമുക്ക് ഇടപെടാനായിട്ട് അത് തീർച്ചയായിട്ടും ഒരു പച്ചക്കൊടിയാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് കുറച്ചുകൂടി അടുക്കുവാനും ആർദ്രതയോടുകൂടി നോക്കിക്കാണുവാനും പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ അത് നമ്മളെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുവാൻ തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹം തന്നെയാണ്. നമുക്കൊരു സങ്കോചം ഉണ്ടാവില്ല, അതുപോലെ തന്നെ അവർക്കും. അതെ, നമുക്കും അവർക്കും ഒരു സങ്കോചമില്ലാതെ, വിമുഖത ഇല്ലാതെ നമുക്ക് കുറച്ചുകൂടെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി, കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ ഒരു വർക്കിംഗ് സ്പേസിൽ എന്ന് പറഞ്ഞാൽ ഐ വുഡൻറ്റ് സേ അങ്ങനെ ഒരു വിവേചനം എന്നുള്ള ഒരു നിലയിൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇന്ന തടസ്സങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല.
പക്ഷേ സ്ത്രീ എന്ന നിലയിൽ ഇപ്പോൾ സിത്താരയുടെ സ്പേസിൽ എന്തൊക്കെ ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ, എന്തൊക്കെ വെല്ലുവിളികൾ അനുഭവിക്കുന്നു, അതെല്ലാം ഞാനും അനുഭവിക്കുന്നുണ്ട്. ഒരു IAS ഓഫീസർ ആയതുകൊണ്ട് മാത്രം അതിൽ നിന്നും ഒന്നും ഞാൻ എന്താ പറയുക ഷീൽഡഡ് ആവുന്നില്ല, യുനോ. സോ ദാറ്റ് ഈസ് നോട്ട് ഒരു പ്രൊട്ടക്ഷൻ ഗിയർ അല്ല. ഒരു IAS ഓഫീസർ ആവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തെത്തുക എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് നോട്ട് എ പ്രൊട്ടക്ഷൻ ഗിയർ for you. You would still face all the challenges that any woman in this society would face, and I think I still face that. So on a daily basis, adu undu eppozhum, I'm as vulnerable as any woman is in our state, in our country. So but does it limit you in some way? അതായത് ഒരു ലിമിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ ഏതെങ്കിലും ടാസ്കിൽ, ഏതെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റിയിൽ? No, I've never felt that. അത് കാരണം എനിക്കൊരു സംഭവം, ഒരു അവസരം ലഭിച്ചില്ല എന്നോ, അല്ലെങ്കിൽ അത് കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ തീരുമാനം കേൾക്കപ്പെട്ടില്ല എന്നോ, അത് കാരണം എനിക്ക് ഒരു സാധ്യതയില്ലാതായി എന്നോ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരിമിതിയായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് ഒരു വലിയൊരു ശക്തിയും ധൈര്യവുമാണ് അദ്ദേഹം. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ നോക്കി ഉപദേശങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയായിട്ടേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ എന്നും നമ്മൾ വ്യക്തമായിട്ടൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതെന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതും, അത് ഉത്തമ ബോധ്യത്തോടു കൂടി ജനഹിതത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് തെളിയുമ്പോൾ തീർച്ചയായിട്ടും എന്നും സപ്പോർട്ട്, പിന്തുണ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം. പൊളിറ്റീഷ്യൻ ബ്യൂറോക്രാറ്റ് എന്നുള്ള കോമ്പിനേഷൻ കേരളത്തിൽ അങ്ങനെ അധികം കാണാത്തൊരു കോമ്പിനേഷനാണ്. അത് പ്രൊഫഷണൽ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുകയോ ഡിസഡ്വാൻറ്റേജ് ആവുകയോ ചെയ്തിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് എനിക്കില്ല. പ്രൊഫഷണൽ ലൈഫിൽ obviously you not come from a family, your husband represents a certain political ideology represent ചെയ്യുന്ന ആളാണ്. താങ്കൾ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് മറ്റൊരു ഐഡിയോളജി റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഏതെങ്കിലും തരത്തിലൊരു ക്ലാഷ് ഓഫ് ഐഡിയാസോ അല്ലെങ്കിൽ? ഇല്ല, ഞാൻ ഇപ്പം 2016 എൻ്റെ ആദ്യത്തെ നിയമനം മുതൽ ഈ സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. എനിക്ക് നീതിയുക്തമായിട്ടുള്ള അവസരങ്ങളും ചുമതലകളും എൻ്റെ ജോലിയെയും എൻ്റെ കൃത്യനിർവഹണത്തെയും മാത്രം വിലയിരുത്തിക്കൊണ്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. അപ്പോൾ അതൊരു ബാഹ്യ ഘടകമായിട്ടേ കാണേണ്ടവർ കണ്ടിട്ടുള്ളൂ. സാധ്യതകൾ ഏറെയാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഭാരതത്തിലേക്ക് വരുന്ന കണ്ടെയ്നറുകളിൽ കയറ്റുമതി ആയാലും ഇറക്കുമതി ആയാലും രണ്ടും നോക്കുമ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് ഒരു 25% മാത്രമേ ഭാരതത്തിലുള്ള തുറമുഖങ്ങളിൽ നടക്കുന്നുള്ളൂ. അതിനുള്ള കാരണം കേരളത്തിൽ ഈ പറയുന്ന ആഴക്കടലിലുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യാസ് ഫസ്റ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്നും ഇന്ത്യാസ് ഫസ്റ്റ് ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ടെർമിനൽ എന്നും പറയുമ്പോൾ അതിൻ്റെ വാണിജ്യ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സാധ്യതയും. കാരണം 75% ട്രാൻസ്ഷിപ്മെൻറ്റ് ഭാരതത്തിലേക്ക് വരികയും ഭാരതത്തിൽ നിന്നും പോവുകയും ചെയ്യുന്ന ചരക്ക് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള തുറമുഖങ്ങളിലാണ്. അതെ, കൊളംബോയിലായാലും മറ്റ് സിംഗപ്പൂർ ആയാലും ഹോങ്കോങ് ആയാലും ദുബായ് ആയാലും ഒക്കെ തന്നെ അപ്പോൾ മറ്റ് തുറമുഖങ്ങളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് വരുന്ന നഷ്ടം എന്നുള്ളത് നമുക്ക് തിരിച്ച് ഭാരതത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് പറയുന്നതും നമുക്കിപ്പോൾ സൂയസ് കനാലിൻ്റെയും സ്ട്രെയിറ്റ് ഓഫ് മലാക്കയുടെയും നടുക്കുള്ള കൃത്യമായിട്ട് വളരെ പ്രധാനപ്പെട്ട
ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും അതിന് വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. 2, നമുക്ക് ഇവിടുത്തെ ആഴക്കടൽ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്വാഭാവികമായി പ്രകൃതിദത്തമായിട്ടുള്ള കടലിൻ്റെ ആഴം നമുക്കിവിടെയുണ്ട്. അപ്പോൾ അത് 18 മീറ്ററിൽ നിന്നും നമുക്ക് 21 മീറ്റർ വരെ ഡ്രഡ്ജ് ചെയ്ത് അനായാസേന നമുക്ക് മദർഷിപ്പുകൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കും എന്നുള്ളത്. ഒപ്പം നമ്മുടെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വളരെ കുറച്ച് മാത്രം 10 നോട്ടിക്കൽ മൈലോളം മാത്രമേ ദൂരമുള്ളൂ എന്നുള്ളതും. ഇതെല്ലാം ശരിക്കും ഒരു ഷിപ്പിംഗ് ലൈനിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് തുറമുഖത്തിലാണ് വരുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ പ്രമുഖമായിട്ടുള്ള ചില ഘടകങ്ങളാണ് ഇതൊക്കെ. കാരണം ഈ പറയുന്ന ആഴം എന്ന് പറയുന്നതും ദൂരം എന്ന് പറയുന്നതും എല്ലാം ഫീ ആയിട്ടും പൈസയായിട്ടുമാണ് അവർക്കത് പ്രാവർത്തികമാകുന്നത്. ഒപ്പം സമയം എന്നുള്ളതും വളരെ പ്രധാനമാണ്. അവർക്ക് അത്രയും കുറവ് ദൂരം സഞ്ചരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതായിരിക്കും അവർ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. പ്ലസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു USP എന്ന് പറയുന്നത് ഭാരതത്തിൽ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ടെർമിനലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രെയിനുകളിൽ എടുക്കുന്നതും അത് നിക്ഷേപിക്കുന്നതും തിരിച്ചെടുക്കുന്നതും അതിനെ റീപൊസിഷൻ ചെയ്യുന്നതും എല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ക്രെയിൻസ് മുഖേനയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒരു ഫൂൾ പ്രൂഫ് മെത്തേഡ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ കപ്പലുകൾ വരുമ്പോൾ അത് അവർക്ക് തീർച്ചയായിട്ടും ആകർഷണീയമായിട്ടുള്ള ഒരു ഘടകവും കൂടിയാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വിഴിഞ്ഞം പോർട്ട് ഈസ് ആക്ച്വലി putting India on the global trade map in maritime trade. So that gives a big hope for the entire country as a whole. ഞങ്ങളിപ്പോൾ കേന്ദ്ര സർക്കാരിലെ ഒരു മീറ്റിങ്ങിന് പോയാലും അല്ലെങ്കിൽ നമ്മളൊരു മാരിടൈം സമ്മിറ്റിന് പോയാലും ഒക്കെ തന്നെ the entire maritime community is actually very, very excited about the port and are looking forward to it. So, that in turn is actually a reflection of how it is going to be a game changer for the rest of the nation as a whole. our EXIM community എന്നുള്ളതിൽ എങ്ങനെയാണ് ഇത് എല്ലാവരും ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് വൺ ആസ്പെക്റ്റ് ഓഫ് ഇറ്റ്. രണ്ടാമത് തീർച്ചയായിട്ടും പ്രാദേശികമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതൊരു വികസനത്തിന് തുടക്കം കുറിക്കുക അല്ലെങ്കിൽ ഒരു വികസന ചരിത്രത്തെ മാറ്റി എഴുതുക എന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ it's definitely going to change the investment climate of the country, of the state. അപ്പോൾ no, that's what I'm saying. Within a period of 3 years or 4 years, when you have a group that is investing 10,000 crore in your state, that obviously sends out a message. അപ്പോൾ ആ ഒരു പ്രവണത വന്നു തുടങ്ങുമ്പോൾ തന്നെ there are a lot of other players who would want to come and invest in the state. അപ്പോൾ കേരളം എന്നുള്ള ഒരു സംസ്ഥാനത്തെ കൂടുതൽ നിക്ഷേപ സൗഹൃദമാക്കാൻ തീർച്ചയായിട്ടും ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്കിപ്പോൾ ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടും മറ്റും വലിയ പ്രോജക്റ്റുകൾ, വലിയ പ്രപ്പോസൽസ് ഇപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. I would say everything was a challenge, but I think arbitration resolution was the first and the toughest challenge. Multiple rounds of negotiations, and negotiation is an art in itself. So, and you don't often negotiate with a corporate in your role. So. വിഴിഞ്ഞം തമിഴ്നാടുമായിട്ട് വളരെ അടുത്തല്ലേ? അപ്പൊ ചിലർ പറയുന്നു ഈ നമുക്ക് ഇവിടെ ഉള്ള കേരളത്തിലുള്ള സ്ഥലം മാത്രം മതിയാകില്ല, തമിഴ്നാട്ടിലേക്ക് കൂടി അത് വേണ്ടി, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ നമുക്ക്? നമ്മളിപ്പോൾ പോർട്ട് ലെഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുത്താൽ, ഇപ്പോൾ തുറമുഖാധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ തുറമുഖ കേന്ദ്രീകൃതമായിട്ടുള്ള വികസനം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ തുറമുഖത്തിലെ പ്രത്യക്ഷമായിട്ടുള്ള കുറച്ച് സേവനങ്ങൾ ഉണ്ടായിരിക്കും. അല്ലാതെ പരോക്ഷമായിട്ട് വരുന്ന ഇപ്പോൾ ഒരു വ്യാവസായിക മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരുപാടുണ്ടാകും. അത് വീണ്ടും അതിപ്പോൾ എല്ലാം സർക്കാർ തന്നെ നയിക്കണം എന്നുള്ളതുമില്ല. അത് സ്വകാര്യ മേഖലയിലാണെങ്കിലും പൊതുമേഖലയിലാണെങ്കിലും ഒക്കെ വരുന്ന മാറ്റങ്ങളാണ്. അതിൽ തീർച്ചയായിട്ടും
അനുബന്ധ അല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഇപ്പോൾ റെയിൽ കണക്ടിവിറ്റി വരുമ്പോൾ യഥാർത്ഥത്തിൽ അയൽ സംസ്ഥാനങ്ങൾക്കായിരിക്കും കൂടുതൽ അത് കാരണം ഒരു പ്രയോജനം വരിക. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ അവിടെ യാർഡുകളും അവിടെ ലോജിസ്റ്റിക്സ് പാർക്കും ഒക്കെ വരുന്നത് സ്വാഭാവികമാണ്. അത് തീർച്ചയായിട്ടും അയൽ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അവിടെയും ആളുകൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്ഥലം വാങ്ങിക്കാൻ ആരംഭിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ഞാനും വായിക്കുന്നുണ്ട്. എവിടെ? അല്ലല്ല, നമ്മൾ ലാൻഡ് അക്വിസിഷൻ നടത്തുന്നില്ല. സംസ്ഥാനത്തിന് അങ്ങനെ ചെയ്യേണ്ട കാര്യം വരില്ല. എനിക്ക് തോന്നുന്നു അത് കൂടുതൽ ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ട് പൊതുമേഖലയിലോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലോ ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ ഇപ്പോൾ ഒരു ലോജിസ്റ്റിക്സ് പാർക്ക് വരണം അല്ലെങ്കിൽ ഒരു യാർഡ് വരണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് തോന്നുന്നു. തൂത്തുക്കുടി തൊട്ടടുത്താണ്, പിന്നെ പോകുന്നത് മുംബൈ പോർട്ടിലേക്ക്, മുന്ദ്ര പോർട്ടിലേക്കാണ്. അപ്പോൾ ഏതൊക്കെ പോർട്ടുകൾക്കായിരിക്കും അല്ലെങ്കിൽ ട്രിവാൻഡ്രം അട്രാക്ട് ചെയ്യുന്നത്? ഏതൊക്കെ പോർട്ടുകളിലേക്ക് പോകുന്നതായിരിക്കും? പ്രൈമറിലി തൂത്തുക്കുടി ആയിരിക്കില്ലേ? ഏതൊക്കെ പോർട്ടിലേക്ക്? അങ്ങനെ ഉണ്ടാവണം എന്ന് തോന്നുന്നില്ല എനിക്ക്. കാരണം ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ മാരിടൈം ട്രേഡ് എന്നുള്ളത് ശരിക്കും ഇനിയും ഒരുപാട് ദൂരം നമ്മൾ കടക്കേണ്ടുന്ന ഒരു മേഖലയാണ്. അവിടെ നമ്മൾ ഈ അപ്പം എന്താ പറയുക, വീതം വെക്കുന്നത് പോലെ അതെ ഇനിയും ഒരുപാട് കൂടുന്നതേ ഉള്ളൂ. കാരണം കണ്ടെയ്നറൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നതിന് ശേഷം, അത് വന്നിട്ടിപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ടില്ല ശരിക്കും. ഇപ്പോൾ കണ്ടെയ്നറൈസേഷൻ വന്നതിന് ശേഷം ഒരുപാട് സാധ്യതകൾ അതിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും മദർഷിപ്പുകൾ അനായാസമായിട്ട് വന്ന് നങ്കൂരം ഇടുക എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ തുറമുഖത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മറ്റൊരാളുടെ നമ്മളിങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയല്ല ഞങ്ങൾ ശരിക്കും കാണുന്നത്. അതല്ലാതെ തന്നെ നമുക്ക് ആവശ്യത്തോളം ബിസിനസ് വരും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ ട്രയൽ ഓപ്പറേഷൻസ് ആരംഭിക്കുമ്പോഴും തന്നെ നിരവധി അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈൻസ് നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് ആകാംക്ഷയുണ്ട്, ഇങ്ങോട്ട് വരാനായിട്ടുള്ള ആകാംക്ഷയുണ്ട്. ഇപ്പോൾ ട്രയൽ ഓപ്പറേഷൻസ് സമയത്ത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈവിധ്യമാർന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഒരേ കാര്യം ആവർത്തിച്ച് ബിസിനസ് കൂട്ടുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ല ഇപ്പോൾ ഈ 2-3 മാസം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള കപ്പലുകൾ, പല അളവിലുള്ള, പല വലിപ്പത്തിലുള്ള കണ്ടെയ്നറുകൾ ഒരേ സമയത്ത് നമുക്ക് എത്ര ക്രെയിനുകൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ കാലിബ്രേഷൻ കൂട്ടണോ കുറയ്ക്കണോ, അല്ലെങ്കിൽ ട്രക്കുകൾ പോർട്ടിനകത്ത് തന്നെയുള്ള ട്രക്കുകളുടെ മൂവ്മെൻറ്റ്, അതിനിപ്പോൾ ഡ്രൈവർമാരെ നമ്മൾ പ്രത്യേകമായിട്ടൊരു പരിശീലനം നൽകുന്നുണ്ട്. അതവർക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, ഇതെല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ, 5 ക്രെയിനുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുവാനുള്ള ഇപ്പോൾ ഇലക്ട്രിക് പവർ സപ്ലൈ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ കൊച്ചു കാര്യവും ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഒരു പുതിയ പോർട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും അതിലൊരു വാസ്തവം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. ഈ വിഴിഞ്ഞം പോർട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയം തൊട്ട് പറഞ്ഞു കേൾക്കുന്നതാണ് തമിഴ്നാട് ഒരു പുതിയ പോർട്ട്. അറിയില്ല ഏത് എന്നൂറും കാട്ടുപള്ളിയോ? അതിപ്പോൾ ഉണ്ട്, ഓൾറെഡി അത് നടക്കുന്നുണ്ട്. കാട്ടുപള്ളിയും എന്നൂറും അവരുടെ തമിഴ്നാട്ടിൽ ഇപ്പോൾ അവരുടെ അത് രണ്ടാണുള്ളത്. നമ്മൾ ഫസ്റ്റ് ഫേസിൽ കേരള സർക്കാരിൻ്റെ ഏകദേശം 5500 കോടി രൂപ നിക്ഷേപം ഇതിൽ വരും. അപ്പോൾ അതിൽ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് പുലിമുട്ട് നിർമ്മാണത്തിന് മാത്രമായിട്ട് ഒരു 1300 കോടി രൂപയോളം നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. അതുകൂടാതെ സ്ഥലം ഏറ്റെടുപ്പിനുള്ള തുക പ്ലസ് നമ്മുടെ R&R റീഹാബിലിറ്റേഷൻ പുനരധിവാസം ചെയ്യുവാനായിട്ടുള്ള തുക, ഇതെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് പോകുന്നത്. നമ്മൾ ഇപ്പം 2035 മുതൽ നമുക്കിതിൻ്റെ റവന്യൂ നമുക്ക് തിരിച്ച് ലഭിച്ചു തുടങ്ങും. അപ്പോൾ ഓരോ വർഷവും 1% വർധനവിലാണ് നമ്മൾ വരുമാനം തിരിച്ചു കിട്ടുന്നത് നമുക്ക്. ഈ വിഴിഞ്ഞം പോർട്ട് പോലെ തന്നെ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളൊരു
സംഭവമാണ് വേസ്റ്റ് മാനേജ്മെന്റ്. യു ആർ ഇൻ ചാർജ് ഓഫ് ദാറ്റ് ഓൾസോ. എന്താ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നത്? KSWMP എന്ന് പറയുന്നത് ഖരമാലിന്യ സംസ്കരണത്തിനായി വേൾഡ് ബാങ്ക് ഫണ്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് കേരളത്തിൽ. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഉള്ള 87 മുനിസിപ്പാലിറ്റിയും 6 കോർപ്പറേഷനിലുമുള്ള ഖരമാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൗകര്യങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഓരോരോ ആക്ടിവിറ്റീസ് നമ്മുടെ ഈ പറഞ്ഞ തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 2400 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ് സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒന്ന്, നമ്മുടെ എല്ലാ വേസ്റ്റ് ഫെസിലിറ്റീസിലും, അതിപ്പോൾ MCF മുതൽ RRF മുതൽ ഡം സൈറ്റ് മുതൽ എല്ലാ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസിലിറ്റീസിലും ഫയർ ഓഡിറ്റ് നടത്തുകയും അത് ഫയർ പ്രൂഫാണ് എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് കോൺട്രാക്റ്റ് കൊടുത്തു, അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫീൽഡിൽ. രണ്ടാമത്തേത് ഈ പറഞ്ഞ നമ്മുടെ ഡം സൈറ്റ് റെമഡിയേഷൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മൊത്തമുള്ള മാലിന്യക്കൂനകളിൽ ഒരു 20 പ്രധാനപ്പെട്ട മാലിന്യക്കൂനകൾ അർബൻ ഏരിയാസിലാണ് ഉള്ളത്. അപ്പോൾ ആ നഗരപ്രദേശങ്ങളിലുള്ള മാലിന്യക്കൂനകളുടെ ബയോമൈനിങ്ങും ഡം സൈറ്റ് റെമഡിയേഷനും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു വലിയൊരു പ്രോജക്റ്റാണ്, ഒരു 100 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ ULBസിനും ചേർന്നിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു, 87 മുനിസിപ്പാലിറ്റീസിനും 6 കോർപ്പറേഷൻസിനുമുള്ള സോൾഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റാണ്. സോ ഫണ്ട് കംസ് ത്രൂ അസ് and then it will be provided to the ULBs as per അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും അവർ സോൾഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻസ് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുന്നതനുസരിച്ചും അതിൽ നമുക്ക് അനുവദിക്കാവുന്ന പ്രോജക്ട്സിന് നമ്മൾ ഫണ്ട് ചെയ്യും. അങ്ങനെ ആയിരിക്കും. ഒരു വലിയൊരു ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഈ സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഇത്തരം വലിയ ഇഷ്യൂ. നമ്മളിപ്പോ ഒരു മുനിസിപ്പാലിറ്റിയിലായാലും കോർപ്പറേഷനിലായാലും ഏതെങ്കിലും ഒരു പ്രത്യേക പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഈ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ സ്ഥാപിക്കുമ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആകുന്നത്. അത് സെൻട്രലൈസ്ഡ് ആണ്. പിന്നെ രണ്ടാമത് ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു സാധനം. ഈ നമ്മുടെ ഈ പുതിയ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്, ഐ വുഡ് സേ. ബിക്കോസ് നമുക്ക് ഇപ്പോൾ ഉറവിട സംസ്കരണം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഉറവിട സംസ്കരണം ചെയ്യാൻ കഴിയാത്ത ചില സാമഗ്രികളുണ്ടായിരിക്കും. അവയെ നമ്മൾ ശേഖരിച്ച് കൊണ്ടുവന്ന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിലോ അല്ലെങ്കിൽ ഒരു ലാൻഡ് ഫില്ലിലോ നമ്മൾ വിനിയോഗിച്ചേ പറ്റും. അപ്പോൾ രണ്ടും കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പോൾ ഉറവിട സംസ്കരണത്തിലും നമുക്ക് ഈ ഹരിതകർമ്മസേനയെ ഇപ്പോൾ പരിശീലനം നൽകുന്നത് മുതലുള്ള കാര്യങ്ങൾ KSWMPയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ശേഖരിക്കേണ്ടത്, എങ്ങനെയാണ് അതിപ്പോൾ വെയ് ചെയ്യേണ്ടത്, MCF നിന്നും അത് കറക്റ്റായിട്ട് അത് പിക്ക് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒരുപാട് ഏജൻസീസിൻ്റെ ഒരു കോർഡിനേഷൻ്റെ ഒരു ആസ്പെക്റ്റും കൂടെ അവിടെ വരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിലെല്ലാത്തിലും നമ്മളും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്ലസ് നമ്മുടെ മേജറായിട്ടുള്ള പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഒന്ന് ഡം സൈറ്റ് റെമഡിയേഷൻ ആയിരിക്കും. ഇറ്റ്സ് അറൗണ്ട് 100 crore പ്രോജക്റ്റാണ്. പ്ലസ് നമ്മൾ സയൻറ്റിഫിക് ലാൻഡ് ഫിൽസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രയത്നത്തിലാണിപ്പോൾ. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഏതെങ്കിലും തരത്തിൽ ആലോചിക്കുന്നുണ്ടോ? ഈ വേസ്റ്റ് മാനേജ്മെന്റിൽ ഇത് മുഴുവൻ ഗവൺമെന്റ് സെക്ടറിൽ പബ്ലിക് ഇതിൽ തന്നെ നിൽക്കുക, എന്തുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ? ഇല്ല, ഞങ്ങളിപ്പം പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന് വി ആർ ക്വൈറ്റ് ഓപ്പൺ ടു ഇറ്റ്. KSWMPയിൽ നമ്മൾ എല്ലാം ഓപ്പൺ ബിഡ് പ്രോസസ്സ് വഴിയാണ് എടുക്കുന്നതും. സോ ഇതിലിപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസിനായിട്ട് തീർച്ചയായിട്ടും വി വിൽ ബി വെൽക്കമിങ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഇപ്പം നമ്മൾ ഡം സൈറ്റ് റെമഡിയേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് ഒരു കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സയൻറ്റിഫിക് ലാൻഡ് ഫില്ല് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ ഡേ ടു ഡേ അഫെയേഴ്സ് നോക്കാനായിട്ട് ബട്ട് ദേ വിൽ ബി ഓഫ് കോഴ്സ് അറ്റാച്ച്ഡ് ടു ദി ലോക്കൽ ബോഡി. ബട്ട് അത് ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് എന്നുള്ളതിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൈവറ്റ് ബോഡീനെ എടുക്കും.
നമ്മളൊരു ലീഡിംഗ് IAS ഓഫീസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സർട്ടൻ ഇമേജ് ഉണ്ട്. ആ സോക്കോൾ വാർപ്പ് മാതൃകകളെയൊക്കെ പൊളിച്ച ഒരാളാണ് ദിവ്യ. അതൊരു കോൺഷ്യസ് തീരുമാനത്തിന്റെ ഭാഗമാണോ അതോ യു ബീയിങ് യുവർ സെൽഫ് അങ്ങനെയാണ്? ബിക്കോസ് പാട്ട് പാടുന്ന, ഡാൻസ് ചെയ്യുന്ന, പോസ്റ്ററുകൾ ഇടുന്ന, അങ്ങനെ ഒരു ടോട്ടലി ഡിഫറെന്റ് ഒരു IAS ഓഫീസറാണ്. എങ്ങനെയാണത്? ഞാനായി നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലായാലും ഞാൻ പറയുന്ന, ഞാൻ പണ്ട് തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം IAS ഓഫീസർ ആവുന്നതിന് മുമ്പും ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ കാണാനും പിന്നെ വിമർശിക്കാനും കൈയടിക്കാനും ഒക്കെ വീട്ടിലുള്ള ഒരു 4-5 പേര് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് പിന്നെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വന്നു ജീവിതത്തിൽ. IAS ഓഫീസറായി എന്ന് പറഞ്ഞപ്പോൾ അത് കുറേ അധികം ആളുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ അവരോട് പറഞ്ഞപ്പോഴും ഇങ്ങനെ കുശുമ്പ് കൂടെ, എനിക്കിപ്പോൾ ഒരു വലിയ കുടുംബമുണ്ട്, ഇപ്പോൾ 4 പേര് മാത്രമല്ല ഇങ്ങനെ. അത്രേ ഉള്ളൂ. ഞാൻ അതിന് മുമ്പും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിന് ശേഷവും അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അത് മാറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഗുണവും ദോഷവും എല്ലാം. അപ്പോൾ അല്ല, അതിപ്പോൾ പൊതുജനം പലവിധം എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടല്ലോ. ഇതെല്ലാം കൂടെ എന്തിനാ ചെയ്യുന്നതെന്നുള്ള ആക്ഷേപങ്ങളൊക്കെ പലയിടത്തുനിന്നും വരാറുണ്ട്. അതിപ്പോൾ അവരവരുടെ ശൈലി, അത്രയേ ഉള്ളൂ. ചിലർ കുറച്ച് കൂടുതൽ സംസാരിക്കും, ചിലർ കുറവ് സംസാരിക്കും, ചിലർ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്കും തമാശകൾ പറയും, ചിലർ ഇങ്ങനെ മൂടിപ്പിടിച്ച മുഖമായിട്ടിരിക്കും, ചിലർ മലർന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ശൈലി. നമുക്ക് എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം കേരളം ഒരു 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ ഈ മലയാളി പുരുഷന്മാരിൽ ഒരു വലിയ പങ്ക് സ്ത്രീകളെ ചട്ടം പഠിപ്പിക്കാനായിട്ട് മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ്. വലിയ പങ്കൊന്നും ഞാൻ പറയില്ല. സി ദാറ്റ്സ് അനദർ തിങ്. നമ്മൾ പിന്നെ പൊതുവേ ദ വോയിസ് ഓഫ് ഡിസെൻറ്റ് is much louder in a democracy. That is a usual state of a democracy, of a healthy democracy, I would say. മെജോറിറ്റേറിയൻ അല്ലാത്ത ഒരു ഹെൽത്തി ഡെമോക്രസി നമ്മൾ നോക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിൽ എപ്പോഴും വിഭിന്ന അഭിപ്രായങ്ങളുടെ ശബ്ദതരംഗങ്ങൾ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന വിമർശനങ്ങൾക്ക് മാധ്യമങ്ങളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഒരു പക്ഷേ കേൾക്കുന്ന ആളുകളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ബട്ട് ഐ ആക്റ്റീവ്ലി ട്രൈ ടു demolish that. I'm not saying that it doesn't affect me. Yes, of course, when somebody says bad about you, you feel sad. എന്തിനാണ് എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്, ഞാനിതൊന്നും ചിന്തിച്ചിട്ടല്ലല്ലോ ചെയ്തത്, ഞാനൊരു പാവമായിട്ട് എന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഉള്ളുകൊണ്ട് തോന്നുമായിരിക്കും. ബട്ട് ദാറ്റ് ഈസ് ജസ്റ്റ് ദറ്റ് കിഡ് ഇൻസൈഡ് മീ. ബട്ട് ആക്റ്റീവ്ലി ഐ ട്രൈ ടു ഒരു റാഷണലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു അസസ്മെൻറ്റോ അനാലിസിസോ ഒന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ല. I don't know how many people positively responded to it, how many people negatively responded to it എന്നുള്ളതിന് എനിക്ക് യാതൊരു തെളിവുമില്ല. But it's just the formula that the voice of the dissent is the loudest in the democracy. So on social media, it is the voice of the critic that is the loudest always. So it's just that principle that doesn't represent the universal truth. ഈ കടുത്ത ഭാഷാ പ്രയോഗങ്ങളൊക്കെ എപ്പോഴും ഉള്ളതാണ്. കടുത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ കടുത്ത ഭാഷാ പ്രയോഗങ്ങളില്ലാതെ പറ്റുമോ? ശബ്ദതരംഗങ്ങൾ മുഴങ്ങിക്കില്ല. ഭാഷ ഭയങ്കര ഇഷ്ടം. വാക്കുകൾ മാസ്മരിക ലോകമാണ്. അതുകൊണ്ട് കൊച്ചിലെ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിക്കില്ലായിരുന്നു തീരെ കുട്ടിയായിരിക്കുമ്പോൾ. ഇപ്പം LP സ്കൂൾ സമയത്തൊക്കെ ചമ്പക്ക്, ഗോകുലം അങ്ങനത്തെയൊക്കെ പുസ്തകങ്ങൾ, അതുപോലെ മലയാളം വീക്ക്ലിയും നമ്മുടെ ബാലരമ അതൊക്കെ വായിക്കും. മറ്റേ ഈ എനിറ്റ് ബ്ലിറ്റൻ സീരീസ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല ആ പ്രായത്തിൽ. പക്ഷെ ആ പ്രായത്തിൽ തന്നെ വീട്ടിൽ പണ്ട് അപ്പൂപ്പൻ്റെ താത്തയുടെ ഒരു ഡിക്ഷണറി ഉണ്ടായിരുന്നു. 1954 സെപ്റ്റംബർ 4-ാം തീയതി താത്ത വാങ്ങിച്ചതാണ്. അതിൽ ഡേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് ഞാനിരുന്ന് വായിക്കുമായിരുന്നു. ഇംഗ്ലീഷിൻ്റെ പണ്ടത്തെ ബ്രിട്ടീഷ് ഡിക്ഷണറി ആയിരുന്നു അത്. അങ്ങനെ ആ സമയത്തിരുന്ന് ഈ ഡിക്ഷണറി വായിക്കുന്ന ഒരു ഭ്രാന്തുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. ആളുകൾ കാണുമ്പോൾ ഇങ്ങനെ കളിയാക്കി കൊല്ലുമായിരുന്നു. ഇത് എന്തിനായി ചുമ്മായിരുന്നു വാക്കുകൾ വായിക്കുന്നതെന്ന് പറയും. പക്ഷെ രസമായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല,
സംതിങ് കോട്ട് മൈ ഫാൻസി അറ്റ് ദാറ്റ് ഏജ് ഐ തിങ്ക്. പക്ഷേ ഐ മീൻ ഐ എം ജസ്റ്റ് ട്രൈങ് ടു സേ, അന്ന് മുതലേ വാക്കുകളോടൊരു പ്രണയം തോന്നിയിട്ടുണ്ട്. അത് അങ്ങനെ തുടരുകയാണ്. വെല്ലൂർ പോയപ്പോൾ കുറച്ചുകൂടെ തമിഴ് ഭാഷ നന്നായിട്ട് പഠിച്ചു. ഞങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് തമിഴും മലയാളമൊക്കെ കലർന്നിട്ടുള്ളൊരു ഭാഷയാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ തമിഴ് പഠിച്ചു. യഥാർത്ഥത്തിൽ എനിക്ക് 10 വർഷം ഞാൻ മലയാളം ഉപയോഗിച്ചിട്ടേ ഇല്ല. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വെല്ലൂരിലേക്ക് പോയി. വെല്ലൂരിൽ പോയിട്ട് അവിടെ തമിഴും ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമാണ്. മലയാളം ഉപയോഗിക്കേണ്ടി വന്നിട്ടേ ഇല്ല ഒരിക്കലും. ഏതെങ്കിലും മലയാളിയായിട്ടുള്ള ഒരു പേഷ്യൻ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വെല്ലൂർ കഴിഞ്ഞ് തിരിച്ച് വന്ന് ട്രെയിനിങ് സമയത്തൊക്കെ മറ്റ് ഭാഷകളാണല്ലോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കോട്ടയത്തെ അസിസ്റ്റന്റ് കളക്ടറായിട്ട് പരിശീലനത്തിന് വന്ന ആ സമയത്താണ് ഞാൻ വീണ്ടും മലയാള ഭാഷയിലേക്ക് തിരിച്ചു വരുന്നത്. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം. ഒരു കലാകാരി കൂടിയാണ്. ഡാൻസും പാട്ടും ഒക്കെ അറിയുന്ന ഒരാൾ. അത് പഠിക്കുന്നുണ്ടോ ഇപ്പോ? സമയം പഠിക്കുന്നുണ്ടോ? പാട്ടോ ഡാൻസോ പഠിക്കുന്നുണ്ടോ ഇപ്പോ? ഇല്ല. ഇപ്പം അങ്ങനെ സ്ഥിരമായിട്ടൊരു കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്നുള്ളതില്ല. ഇടയ്ക്കിപ്പോൾ പത്തനംതിട്ടയിലുണ്ടായിരുന്നപ്പോൾ കഥകളി പഠിക്കുന്നുണ്ടായിരുന്നു, അയിരൂർ കഥകളി ഗ്രാമത്തിൽ. അപ്പോൾ അതിനുശേഷമാണ് അവിടെ ഒരു കഥകളി ഉത്തര സ്വയംവരം ചെയ്തത്. അതല്ലാതെ പാട്ടിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും, അല്ലാണ്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ സ്ഥായിയായിട്ട് പഠിക്കുന്നില്ല.